എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? ഇത് വേറെ ലെവലാട്ടോ. ആദ്യം നമുക്ക് കുറച്ച് അവില് ചൂടാക്കി എടുക്കാം. ജ്യൂസിന് ആവശ്യത്തിനുള്ളത് മതിയിട്ട് ഒരുപാട് അവിലെടുക്കണ്ട. ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമ്മളെ പണി 2 പഴം എടുത്തിങ്ങാണ്ട് ഇതിലിട്ടൊന്ന് കുത്തി ഒടിച്ചെടുക്കണം. 2 മതിട്ടോ, കുറച്ചുണ്ടാക്കുമ്പോൾ കുറച്ച് പഴം മതിയല്ലോ. ഇതിൽ കുറച്ച് പഞ്ചസാര ഇടുക. എന്നിട്ട് ഇയാളൊന്ന് നല്ലോണം കുത്തി ഒടിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഇങ്ങോട്ട് ആക്കിയെടുക്കണം നമ്മൾ. ഇനി അടുത്ത പണി ഒരു 2 പയോടി എടുക്കുക. എന്നിട്ട് ഈ മിക്സിന്റെ ജാറിലേക്ക് ഇടുക. 2 നമ്മൾ കുത്തി ഒടിച്ച് വെച്ചിക്കണ്. ഇനി 2 നമുക്ക് മിക്സിയിൽ ഇട്ട് അടിക്കണം. ഈ പാലിന്റെ കോമഡി കണ്ടോ? ചെറിയ കുപ്പിപ്പാൽ വാങ്ങിയതിനെ അങ്ങനെ ഫ്രീസറിൽ കൊണ്ടുവച്ചാ, അപ്പൊ കുപ്പിന്റെ ഉള്ളിൽ കൂടെ പുറത്തൊക്കെ വരാണ്ടായപ്പം ഞാൻ പകുതി ഇങ്ങനെ മുറിച്ച് ഇങ്ങോട്ട് എടുത്ത്. ഇനിയിപ്പോ ഇതിലേക്ക് ആക്കണം. കറക്റ്റ് വന്നതാ. ആഹാ, അടിപൊളി. ഞാൻ വിചാരിച്ചിട്ട് കൊളാവുന്നു. ഇനി വേണ്ടത് ഒരു ഏലക്കായ്, ഒന്ന് മതിട്ടോ. ഒരാൾക്ക് കുടിക്കാൻ ഉണ്ടാക്കുമ്പോൾ ഒരേ ഏലക്കായ് മതി. ഒരുപാട് ഇട്ടാൽ ഇതിന്റെ ചൊയ അധികമായാൽ പിന്നെ നമുക്ക് തീരെ കുടിക്കാൻ പറ്റൂല. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ട്, അത് ബാലൻസ് ചെയ്യാനുള്ള പഞ്ചസാര ഇതിലൂടെ ഇട്ട് കൊടുക്കണേ. കുറച്ച് മതി, പാകത്തിലുള്ള. ഇനി നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? ആ ജ്യൂസ് വയ്ക്കുന്ന കറക്റ്റ് ഗ്ലാസ് നമ്മൾ ഇതില്ല. എന്താ ചെയ്യലേ? അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് കടല, എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് അവില്, എന്നിട്ട് അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ അടിച്ച് വെച്ച കുറച്ച് ജ്യൂസ്, എന്നിട്ട് പിന്നെയും കുറച്ച് അവില്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് കുടിക്കാൻ. ഒന്ന് ഉണ്ടാക്കി വെക്കണം എല്ലാവരും. ഇനി കുറച്ച് നമ്മൾ കുത്തി കലക്കി വെച്ച പഴം കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മുളക് അടിച്ച് വെച്ച ജ്യൂസ്, ഇതിൻ്റെ മുളക് കുറച്ച് കടല. പിന്നെ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, കുറച്ച് ഐസ്ക്രീം. വേറെ ലെവലായിട്ട് അതിലൂടെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഗ്ലാസ് നിറഞ്ഞു. എങ്ങനെയുണ്ട് കാണാൻ? അടിപൊളിയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സത്യം പറയട്ടെ, ഇത് വേറെ ലെവലാട്ടോ, ഒന്നും പറയാനില്ല. ഒരു വട്ടം ഉണ്ടാക്കി നോക്കണം എല്ലാവരും. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കിയോളൂ. ഒരു കാര്യം പറയാൻ മറന്നു, വീഡിയോ കാണുമ്പോൾ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.